പേടിക്കണ്ട മക്കളെ, അടുത്തേക്ക് വരുവി. ഈ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് വരുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? അമ്മൂമ്മ, ഞാൻ വഴി തെറ്റി വന്നതാണ് ഈ കാട്ടിൽ. പുറത്ത് കടക്കാൻ വഴി പറഞ്ഞു തരുമോ? എനിക്ക് വീട്ടിൽ പോകണം. ഇനി ഈ കാട് പാറക്കെട്ടുകളുമാണ് നിന്റെ വീട്. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് നിന്നെപ്പോലെ ഒരു ആൾക്ക് വേണ്ടിയാണ്. ഞാൻ വെറും ഒരു യാത്രക്കാരനാണ്, എന്നെ വിട്ടേക്കൂ പ്ലീസ്. നിന്റെ ഓരോ ചുവടും ഈ മണ്ണിൽ പതിയുമ്പോൾ ഞാൻ അത് അറിയുന്നുണ്ടായിരുന്നു. നിന്റെ ചോരയുടെ ഗന്ധം ഈ കാട്ടിൽ പടർന്നത് ഞാൻ അറിഞ്ഞു. നിന്റെ ഉള്ളിലെ ഭയം അതെനിക്ക് വളരെ ഇഷ്ടമായി. അല്ല, ദയവായി ഞാൻ ഈ ഗുഹയെപ്പറ്റി ആരോടും പറയില്ല. എന്നെ ഉപദ്രവിക്കരുത്. അവിടെ ഇരിക്കുന്നത് അതൊക്കെ തലയൊട്ടികളാണ്. അതെ, അവരും നിന്നെ പോലെ വഴിതെറ്റി വന്നവരാണ്. പക്ഷേ അവർ ഇപ്പോൾ എന്നോടൊപ്പം മന്ത്രവാദം ചൊല്ലുന്നു. നീയും അവരിൽ ഒരാളാകും. നിന്റെ ആയുസ് ഈ ഹോമകുണ്ടത്തിൽ. ഇല്ല, ഞാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഓടിക്കോ, പക്ഷേ ഈ ഗുഹയ്ക്ക് പുറത്ത് കാത്തിരിക്കുന്നത് എന്റെ കരിപ്പൂച്ചകളാണ്. അവർ ഒരിക്കലും മരിക്കാത്ത ദുഷ്ടാത്മാക്കളാണ്. അവറ്റകൾ മരിക്കാത്ത ദുഷ്ടാത്മാക്കളാണ്. അവർ നിന്റെ നിഴലിനെ വിഴുങ്ങൂ. കാളരാത്രി ഞാൻ നിന്നെ മിലി ശക്തിയാൽ ഉയർത്തെണീറ്റ് എന്റെ ശത്രുക്കളെ നശിപ്പിക്കോ. എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കണ്ടോ, നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല. നിന്റെ നിഴലിൻ മാത്രമല്ല, നിന്റെ ഓർമ്മകളെ ഞാൻ ഗുഹയിൽ തളക്കും. ഇനി നീയും എന്റെ അടിമയായി.